ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ കറിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിതിൽ കാണിച്ച പോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ 100% ഉറപ്പായിട്ട് ഒരു അടിപൊളി വെജിറ്റബിൾ കറിയായിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് ഗ്രീൻ പീസ്. ഞാൻ ഗ്രീൻ പീസ് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 1/2 കപ്പോ അല്ലെ 1 കപ്പോ എടുത്തോ. ചിലർക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് അധികം കറിയിൽ ഇടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 2 ഉള്ളി, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇടാൻ പോകുന്നതാണ്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിലേ ഞാൻ അടിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ടാൽ മതിയേനു. ഞാൻ വിചാരിച്ച് ഗ്രീൻ പീസ് കുറച്ച് വേവ് കൂടുതലല്ലേ, പക്ഷേ എങ്കിൽ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ചിട്ട് ഇട്ടാൽ മതിയേനും, പക്ഷേ സാരമില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കർ മൂടി വെക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിക്കല്ലോ, ഒരൊറ്റ വിസിലേ വേണ്ടുള്ളൂ, അല്ലാണ്ട് വെന്തടിഞ്ഞു പോവും അധികം അടിച്ചു കഴിഞ്ഞാൽ. നോർമലി നിങ്ങൾ ഇങ്ങനെ കുതിർന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഒരു 4 വിസിലടിച്ചാൽ മതി. ഇനി ആ ടൈം കൊണ്ട് ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ വെക്കുന്നതാണ് നല്ലത്. വെന്തടിയൊന്നുമില്ല. ആ ഒരു പീസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കറിൽ കിട്ടും. ഇനി ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വിസിലെല്ലാം ഒഴിവാക്കിയിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം ഇതിലുണ്ട്, അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. അപ്പം ഞാനിതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി വലുതാണെങ്കിൽ ഒരു പകുതി മതി, ചെറുതാണെങ്കിൽ 1 എടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ എല്ലാം അളവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ എടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ നേരത്തെ ഓൾറെഡി ഇട്ടതുകൊണ്ട് അത് ഇടണമെന്നില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ള മസാലകളൊന്നും ഇടുന്നില്ല, ഇതേ വേണ്ടുള്ളൂ. കുറച്ച് വെള്ളം അത്രയേ വേണ്ടുള്ളൂ, കാരണം കുക്കറിൽ നേരത്തെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചേ വേണ്ടുള്ളൂ. പിന്നെ കുറച്ച് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചാൽ മതി. അങ്ങനെ 3 വിസിലെല്ലാം കഴിഞ്ഞ് കുറച്ച് തണിഞ്ഞതിന് ശേഷമാണ് കുക്കർ തുറന്നു നോക്കുന്നത്. കണ്ട ഇതുപോലെ നമ്മളെ പച്ചക്കറിയെല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇതിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊന്നും വെന്തടിഞ്ഞ് പോയിട്ടൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ തേങ്ങ അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്, അതിൽ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഞാൻ ഈ ഒഴിക്കുന്ന ക്വാണ്ടിറ്റി ഇതുപോലെ വെള്ളം എടുത്താൽ മതി. ഇനി മിക്സിൻ്റെ മൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇത് തേങ്ങേൻ്റെ പാലൊന്നല്ല എടുക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് ഞാൻ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത്, കാരണം കറി നമുക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന കറിയേ ഉള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 ചുവന്ന കായ് മുളകില്ലേ, ഉണക്ക് മുളക്, അത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഈ പച്ചക്കറികളില്ലേ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങ നമ്മൾ അരച്ചിട്ടില്ല, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കറക്റ്റാണ് തേങ്ങ, ഈ അരക്കപ്പ് തേങ്ങ ഇതിൽ കറക്റ്റാണ്. ഈ പറഞ്ഞ അളവ് പോലെ എടുത്തു കഴിഞ്ഞാൽ ഈ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉള്ള പച്ചക്കറി കൊണ്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി കുറച്ച് നേരം ഒന്ന് തീ കുറച്ച് വെച്ചാൽ മതി, സെറ്റായിട്ടുണ്ട്. ഞാൻ എന്നാ ഉണ്ടാക്കുമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഇത്രയും പച്ചക്കറികൾ ഇട്ടിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കറി വെച്ച് നോക്കിയതാണ്. ഞാനിങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് കറി ഉണ്ടാക്കലുണ്ട്, അത് തേങ്ങ അരക്കാണ്ടാണ്. അത് സൂപ്പറാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ് ദോശ, നമ്മൾ പച്ചരീൻ്റെ ദോശയില്ലേ ആ ദോശ. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ചിട്ടുണ്ട്, പിന്നെ സ്കൂളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.